ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞൂസ് വേൾഡ്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു പപ്പടക്കറി ഉണ്ടാക്കിയാലോ. ഇത് കൊച്ചുള്ളി, ഒരു 5-6 കൊച്ചുള്ളി, കുറച്ച് ജീരകം, 1 കപ്പ് തേങ്ങ, വെള്ളം ചേർത്ത് നന്നായി അരച്ച് വെച്ചിരിക്കുന്നത്, മൂപ്പിക്കാനായിട്ട് കൊച്ചുള്ളി അരിഞ്ഞതും വറ്റൽമുളകും, പിന്നെ ദാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പടം ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്നതും. ഇത്രയും മതി. എണ്ണയും കടുകും ഇത്രയും മതി നമ്മുടെ പപ്പടക്കറിക്ക്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കും. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. അത് നന്നായി ചൂടായി നല്ലൊരു തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പാനിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഉള്ളിയും പപ്പടവും എല്ലാം മൂപ്പിച്ചെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ പപ്പടക്കറി റെഡി. നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങി. എണ്ണ ഒഴിക്കാം. ഞങ്ങളുടെ എണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് നല്ല കട്ടയായിട്ടിരിക്കും. ഒച്ച കേൾക്കാവോ ഗൈസ്? ഫ്രോസൺ കുഞ്ഞുള്ളി ആട്ടോ, അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് തെറിക്കും. വറ്റൽമുളകും ഇട്ടു. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ പപ്പടം ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ പപ്പടം ആകുമ്പോഴത്തേക്കും ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും. സോ പപ്പടവും കൂടി ഇട്ടു. അപ്പോൾ പപ്പടവും കുഞ്ഞുള്ളിയും എല്ലാം ഒരുമിച്ച് അങ്ങ് മൂത്ത് വരും. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ പപ്പടം അങ്ങ് ആയി വരുമ്പോഴത്തേക്കും കുഞ്ഞുള്ളി അതിൽ കിടന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടങ്ങ് ഇളക്കിയാൽ ഗൈസ് വേറെ കറി ഒന്നും വേണ്ട. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ഉപ്പും കൂടെ ഇട്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. സോ ദാ യമ്മി യമ്മി പപ്പടക്കറി റെഡി. എൻ്റെ അമ്മ എപ്പോഴും പറയും കേട്ടോ, കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉടായ്പിൻ്റെ ഉസ്താദാണെന്ന്. കാരണം എനിക്ക് കിച്ചണിൽ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടക്കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹാവ് എ ഗുഡ് ഡേ.